Sabha people are excluded from the political system, from the governance system. So these are the issues that the Bharat Jodo Nyaya Yatra is going to raise. അനുമതി നിഷേധിച്ചിട്ടും ആളുകളെ വെട്ടിച്ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വെല്ലുവിളികളെ മറികടന്ന് ന്യായമെന്ന അവകാശത്തിനായി പോരാടാനിറങ്ങി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. മണിപ്പൂരിനെ വിസ്മയിപ്പിച്ച് ആയിരങ്ങൾ ഒഴുകിയെത്തി തൗബാലിലെ ന്യായ് മൈതാനിലേക്ക്. വൈകിയെങ്കിലും 3 മണിയോടെ നേതാക്കളും എത്തി. കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൊടിക്കുന്നിൽ സുരേഷ് എം പി, ആന്റണി എം പി, രമേശ് ചെന്നിത്തല, ജബി മേത്തർ തുടങ്ങിയവരും. ഒരുപാട് രാഷ്ട്രീയ തലങ്ങളുള്ള പ്രാധാന്യമുള്ള യാത്രയിലേക്ക് ചുവടുവെക്കുമ്പോൾ രാഹുൽ വീണ്ടും ചോദ്യശരങ്ങൾ നരേന്ദ്രമോദിയിലേക്ക് തൊടുത്തു. ഒപ്പം മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന കോൺഗ്രസിന്റെ ഉറപ്പും. You have lost it because of the ideology of the BJP, because of the politics of the BJP, because of the hatred that the BJP and the RSS spread. ഒരുപാട് പ്രത്യേകതകളുള്ള ഭാരത് ജോഡോ ബസ്സിൽ രാഹുലിനൊപ്പം മണിപ്പൂരിലെ കലാപം വേദനിപ്പിച്ച ദുരിതങ്ങൾക്ക് ഇരയായ കുരുന്നുകളും അവരോട് സംവദിച്ചാണ് യാത്ര. ഓരോ ഇടത്തു നിന്നും ബസ് ടിക്കറ്റ് പോലെ പാസ് നൽകി സമൂഹത്തിലെ പല തട്ടിലുള്ളവരെയും ചൂഷണം നേരിടുന്നവരെയും ബസ്സിലേക്ക് പ്രവേശിപ്പിക്കും. ബുദ്ധിമുട്ടുകൾ രാഹുൽ ഗാന്ധി നേരിട്ട് ചോദിച്ചറിയും. അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ വീണ്ടും രാജ്യത്തിന്റെ പൾസറിയാൻ രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങുന്നു. ഇത്തവണ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക്. BSP അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി സസ്പെൻഡ് ചെയ്ത ഡാനിഷ് അലിയും ഇന്ന് ഭാരത് ജോഡോ വേദിയിലെത്തി. ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിച്ച അതേ പിന്തുണ തന്നെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കും ലഭിക്കുമെന്ന വിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഈ രാഷ്ട്രീയ പ്രാധാന്യമുള്ള യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകുകയുള്ളൂ. മണിപ്പൂരിൽ നിന്നും വൈശാഖ് ജയപാലിനോടൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.